ഈ സംവിധാനം എന്ന് പറയുന്നത് ക്യാമറയിൽ നിർത്തി ഉള്ളപ്പോൾ ഷോട്ട് എടുക്കുക മാത്രമായിട്ട് മാറി. സംവിധായകൻ ഷോട്ട് എടുക്കുന്നു, ഇതെല്ലാം കൊണ്ട് എഡിറ്ററിൽ കൊടുക്കുന്നു, അയാൾ കട്ട് ചെയ്യുന്നു, പിന്നെ അങ്ങോട്ട് അതിന് മുമ്പുള്ളതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ സംവിധായകൻ എന്ന് പറയുന്നത് എഡിറ്ററെ പോലെ, ക്യാമറാമാനെ പോലെ, മേക്കപ്പ് മാനെ പോലെ ഷോട്ട് എടുക്കുന്ന മനുഷ്യനായിട്ട് മാറി. എഡിറ്റിങ്ങിൽ പോലും അധികം ശ്രദ്ധിക്കില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചുകൊണ്ട് പ്രയോജനമില്ല. അത്ര വലിയ കഴിവും അറിവും ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ ഇതിൻ്റെ എനിക്ക് വേണ്ടി വന്നത്, ഞാൻ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് കാശും കൊണ്ടുവരുന്ന ഒരാൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ല, യാഥാർത്ഥ്യവും കുറേ അങ്ങനെയാണ്. അയാൾക്ക് ഈ പടത്തിൻ്റെ കഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ ടേക്കിങ്ങിലോ അതിൻ്റെ ഗുണത്തിലോ ഒന്നും യാതൊരു എന്തെന്ന് പറയാൻ ബന്ധവുമുണ്ടാവില്ല, ഇല്ലേ? മാറി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പലതിലും. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും കുറിച്ചല്ല ഞാൻ പറയണത്. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഇത് റിയൽ പ്രൊഡ്യൂസർ. അയാൾ സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ, ചിലപ്പം അത് കഴിഞ്ഞും ഈ സിനിമയെ കൊണ്ട് നടക്കുന്ന ആളാണ് എൻ്റെ മനസ്സിലുള്ള പ്രൊഡ്യൂസർ. അല്ലാതെ ഈ കാശ് കൊണ്ടുവരുന്ന ആളിനെ ഫൈനാൻഷ്യർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് പറയാം. ഹീ ഈസ് നോട്ട് ദി പ്രൊഡ്യൂസർ, ബിക്കോസ് ഹീ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഇറ്റ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്കി അതിലുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത്.